ഓസ്ട്രേലിയയിലെ രൂക്ഷമായ ഭവന വാടക പ്രതിസന്ധിക്കിടെ വാടകക്കാർക്ക് സുരക്ഷ ഉറപ്പാക്കാൻ നിർദ്ദേശങ്ങളുമായി ഓസ്ട്രേലിയൻ കൌൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻസ് 2 വർഷത്തെ ലീസും കൂടുതൽ പബ്ലിക് ഹൌസിംഗ് ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ഓസ്ട്രേലിയയിൽ നിന്നും ലിജ ചാക്കോ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഓസ്ട്രേലിയയിലെ ഭവന പ്രതിസന്ധിക്കിടെ വാടകക്കാർക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ നിർദ്ദേശവുമായി ഓസ്ട്രേലിയൻ കൌൺസിൽ ഓഫ് ട്രേഡ് യൂണിയൻ ACTU രംഗത്ത്. നിലവിൽ പല വാടകക്കാർക്കും 1 വർഷത്തെ ലീസ് അവസാനിക്കുമ്പോൾ വാടക വർധനയോ വീട് മാറേണ്ട സാഹചര്യമോ നേരിടേണ്ടി വരുന്നു. ഇതിന് പരിഹാരമായി ദേശീയ തലത്തിൽ കുറഞ്ഞത് 2 വർഷത്തെ ലീസ് നൽകണമെന്ന സംവിധാനം കൊണ്ടുവരണമെന്നാണ് ACTUയുടെ ആവശ്യം. എന്നാൽ വാടകക്കാർക്ക് വേണമെങ്കിൽ കുറഞ്ഞ കാലയളവിലുള്ള കരാർ തിരഞ്ഞെടുക്കാനും കഴിയും. അന്യായമായ ഒഴിപ്പിക്കലുകൾ തടയുന്നതിനും അമിതമായ വാടക വർധന നിയന്ത്രിക്കുന്നതിനും കൂടുതൽ ശക്തമായ സംരക്ഷണവും യൂണിയനുകൾ ആവശ്യപ്പെടുന്നു. അതേസമയം നിലവിലെ റെന്റൽ മാർക്കറ്റ് ഇപ്പോഴും കടുത്ത സമ്മർദ്ദത്തിലാണ്. 2026 ജൂലൈയിൽ ഓസ്ട്രേലിയയിലെ ദേശീയ റെന്റൽ വേക്കൻസി റേറ്റ് 1.3% മാത്രമായിരുന്നു. ഇതിനൊപ്പം 2026 ജൂണിൽ ദേശീയ വാടകയിൽ വാർഷികമായി ഏകദേശം 5.9% വർധന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പബ്ലിക് ഹൗസിംഗിന്റെ ലഭ്യത വർദ്ധിപ്പിക്കണം എന്നാണ് ACTUയുടെ മറ്റൊരു പ്രധാന ആവശ്യം. നിലവിൽ പുതിയ വീടുകളിൽ ഏകദേശം 50-ൽ 1 മാത്രമാണ് പബ്ലിക് ഹൗസിംഗ്. ഇത് 10-ൽ 1 എന്ന നിലയിലേക്ക് ഉയർത്തണമെന്നാണ് നിർദ്ദേശം. 2 വർഷത്തെ ലീസും കൂടുതൽ പബ്ലിക് ഹൗസിംഗും നടപ്പാക്കാനുള്ള ACTUയുടെ നിർദ്ദേശങ്ങൾ ഫെഡറൽ സർക്കാരിന്റെ പരിഗണനയിലാണ്. ലിജ ചാക്കോ, 24 ഓസ്ട്രേലിയ.